സൂപ്പ് ഉണ്ടാക്കാനുള്ള പച്ചക്കറികൾ കുക്കറിലേക്ക് ഇട്ട് അതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കുക്കർ മൂടി 2 വിസിൽ വരുന്നവരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. വെജിറ്റബിൾസ് എല്ലാം പാകത്തിന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ച് പച്ചക്കറി നമ്മൾ മാറ്റി വെക്കണം. ഇത് അരച്ചിട്ട് സൂപ്പിൽ ചേർക്കാനുള്ളതാണ്. കോരി മാറ്റി വെച്ച പച്ചക്കറി തണുത്ത് വന്നിട്ടുണ്ട്. ഇത് മിക്സിയിൽ ഒരു വലിയ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടൊന്ന് അരച്ചെടുക്കണം. സൂപ്പ് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ബട്ടറോ നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ചൂടാക്കണം. ഓയിൽ നല്ലപോലെ ചൂടാകുമ്പോൾ ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. വെളുത്തുള്ളി ചേർത്ത് 2 മിനിറ്റ് നല്ലപോലെ വഴറ്റിയതിനു ശേഷം ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും കൂടി ചേർത്ത് കൊടുക്കണം. സവാളയെല്ലാം ഒന്ന് സോഫ്റ്റായി ചെറുതായിട്ട് കളർ മാറി വരുമ്പോൾ ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന പച്ചക്കറികളും കൂടി ചേർത്ത് കൊടുക്കാം. പച്ചക്കറികൾ ചേർത്ത് 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കണം. സൂപ്പ് ഒന്ന് കുറുകി കിട്ടാൻ വേണ്ടി ഇതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കലക്കിയതും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കും. ഇനി വഴറ്റിയെടുത്തത് കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറിയിലേക്ക് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോഴത്തേക്ക് സ്റ്റവ് ഓഫ് ചെയ്യുക. അതിലേക്ക് പാകത്തിന് ഉപ്പുപൊടിയും കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് ഉപയോഗിക്കാം.